Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ലാപ്ടോപ്പ് ആണ്. ലിനോവോന്റെ ഒരു ലാപ്ടോപ്പ് ആണ്. നിങ്ങൾ ആക്ച്വലി ഒരു സ്റ്റുഡന്റോ പ്രൊഫഷണലോ അങ്ങനെ ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഭയങ്കര പ്രീമിയം അല്ലാത്തൊരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ലാപ്ടോപ്പാണ്. ലിനോവോന്റെ ഐഡിയ പാഡ് സീരീസിൽ വരുന്ന സ്ലിം ആൻഡ് തിൻ സൈസിൽ വരുന്ന ഒരു ലാപ്ടോപ്പാണ്. നിങ്ങൾക്കറിയാലോ ഈ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പിലും ഗെയിമിംഗ് ലാപ്ടോപ്പിലും മെയിൻ വ്യത്യാസം എന്താ? സൈസും വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ മോട്ടറോളയുടെ സംഭവം ഉണ്ട്, അതുപോലെ തന്നെ അസൂസിന്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം എന്താ പറയുക, ഒരെണ്ണം ചക്കയാണെങ്കിൽ ഒരെണ്ണം ഒരു ചെറിയ മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് എന്ന് വെച്ചാൽ ഒരെണ്ണം ഭയങ്കര പോർട്ടബിളാണ്, ഒരെണ്ണം നമുക്ക് കൊണ്ടുനടക്കാൻ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി ഗെയിമിംഗ് ലാപ്ടോപ്പ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് അതിൽ സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ എസ്പെഷ്യലി നിങ്ങൾ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ അത്യാവശ്യം നല്ല ഹൈ ഗ്രാഫിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നല്ലതാണ്. അല്ലാത്ത നിങ്ങൾ നോർമൽ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രൊസസർ നോക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പ്രൊഡക്ട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെയാണ് നമ്മൾ വീഡിയോ ഇടാറ്, സെൽ ചെയ്യാറുള്ളത്. ഫോൺസ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താഴെ കൊടുത്തിട്ട് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയങ്ങളിങ്ങനെ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, jemmy.banksupportort. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ പിൻകോഡും കാര്യങ്ങളൊക്കെ നോക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടെ നോക്കി നോക്കാം. നമ്മുടെ സെറ്റ് റെഫറൽ ലിങ്കിലാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറുള്ള ആപ്പ് തന്നെയാണ്. അപ്പോൾ സ്കാമും സംഭവം അല്ലാട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊക്കെ നോക്കിയാലും കിട്ടും സാധനം. അതുപോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ നോക്കാനുള്ള ലിങ്കും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് പോവാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കമന്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ് കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴേ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. മിനിമം 2025 സാധനം, 2025 തൊട്ടുള്ള വാങ്ങിച്ചാൽ മതി. 2024 പോകണ്ട. ഇത് ആക്ച്വലി നമ്മുടെ ലിനോവോന്റെ ഐഡിയ പാഡ് സ്ലിം 3 സീരീസിൽ വരുന്ന ഒരു ലാപ്ടോപ്പാണ്. AMD Ryzen 7 സീരീസിൽ വരുന്ന അത്യാവശ്യം നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രൊസസർ എന്ന് വേണമെങ്കിൽ പറയാം. ലേറ്റസ്റ്റ് പ്രൊസസർ അല്ല, എന്നാലും പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത പ്രൊസസറാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി AMD പ്രൊസസേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പിലേക്ക് AMD തന്നെയാണ്, Ryzen 7 തന്നെയാണ്. അത്യാവശ്യം എനിക്ക് അവരെ പ്രത്യേകിച്ച് അവരെ നീല തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് അറിയാലോ, സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡൊന്നും ഉണ്ടായിരിക്കില്ല. എനിക്ക് ഇവരുടെ ഓൺ ബോർഡ് വരുന്ന ഗ്രാഫിക്സ് AMD Radeon അത്യാവശ്യം ഇഷ്ടം. അവരുടെ കുഴപ്പമില്ലാത്ത പ്രൊസസർ. നമ്മുടെ ഇന്റലിന്റെ വരുമ്പോൾ കോർ അൾട്രാ സീരീസിൽ നല്ല ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതായത് ഇന്റൽ ആർക്ക് പ്രോസസ്സേഴ്സ് ഒക്കെ വരുമ്പോൾ അത് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് പെർഫോമൻസ് ആണ്. അല്ലാത്ത i7 ആയിക്കോട്ടെ, കോർ 7 ആയിക്കോട്ടെ, കോർ 5 ആയിക്കോട്ടെ, അതിൽ വരുന്ന ഗ്രാഫിക്സ് പ്രൊസസറിനായിട്ടൊക്കെ ഇൻബിൽഡായിട്ട് വരുന്ന സംഭവത്തിനായിട്ടൊക്കെ നല്ല ബെറ്റർ ആണ് AMDയുടെ. അലക്സേ കറക്റ്റ് സമയത്താ. അപ്പൊ ഞാൻ ഇതിന്റെ നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ എന്താ പറയാ, നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിൽ സുഖമാണ്. നിങ്ങൾക്ക് അതിൽ ഡേറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ ആണെങ്കിൽ ഡേറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ മാനുഫാക്ചറായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ബ്രാൻഡിലും സ്റ്റിക്കർ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റിക്കർ നോക്കി അറിയാം. ഈ സാധനത്തിന് MRP കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 1,28,000 രൂപയാണ്. അതിന്റെ താഴെ കണ്ടു മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. 2026 മെയ് ആണെന്നുണ്ട്, മാർച്ച് 2026. അപ്പോൾ ലേറ്റസ്റ്റ് സാധനമാണ്. ലിനോവോ നിങ്ങൾക്ക് അറിയില്ലോ, ചൈനീസ് ബ്രാൻഡാണ്. അസൂസ് ആയിക്കോട്ടെ, ഞാൻ നോർമലി ലിനോവോ, അസൂസ്, MSI അങ്ങനത്തെ ബ്രാൻഡുകളെ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഡെല്ലും ഇതൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല, HP റെക്കമെൻഡ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇവരൊക്കെ ആക്ച്വലി ഹാർഡ്വെയർ മാനുഫാക്ചറൊക്കെയാണ്. അസൂസിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഡെല്ലും HP ഒക്കെ നല്ല കംപ്ലൈൻറ്റാണ്. എൻ്റെ ആക്ച്വലി വർക്ക് ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അപ്പോൾ വൈഫിൻ്റെയും ഡെല്ലില്ല ഏത് നേരം കംപ്ലൈൻറ്റ്. അത് പിന്നെ കമ്പനി ലാപ്ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ ചിലവൊന്നും ഇല്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഇത് പണ്ടുകൂടെ എടുക്കാറില്ല. എന്ന് വെച്ചാൽ ഡെല്ലും HP ഒക്കെ അവരാകെ കീബോർഡും അങ്ങനെ കുറച്ച് ചെറിയ പാർട്സുകൾ മാത്രമേ മാനുഫാക്ചറിങ് ഉള്ളൂ. ബാക്കിയൊന്നും മെയിൻ സംഭവങ്ങളൊന്നും ഒരിക്കില്ല. ബാക്കിയൊക്കെ ഒരു അസംബ്ലിങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ നോർമലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടല്ല കേട്ടാ. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ മോട്ടറോള ആയാലും ഞാൻ എടുത്തേക്ക് എന്താണെന്ന് വെച്ചാൽ അത് ലിനോവയുടെ ബ്രാൻഡാണ്, സബ് ബ്രാൻഡാണ്. ലിനോവ ഒക്കെ ചൈനീസ് ബ്രാൻഡാണ് കേട്ടോ. അസൂസ് എന്ന് പറയുന്നത് തൈവാനീസ് ആണ്, ചൈന ആണെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് അതിൻ്റെ ബോക്സും കാണൊക്കെ വന്നിരിക്കുന്നത്. കണ്ടോ, സ്ലിം ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ചെറിയ ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാണൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ബോക്സും കാണൊക്കെ. ഞാൻ ഇതെന്തായാലും ഇത് ആക്ച്വലി ആമസോണിൽ ഈ സെയിം മോഡൽ അവൈലബിൾ ആട്ടോ. അത് ഞാൻ ഓഫ്ലൈൻ വാങ്ങിച്ചാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വേറെ മോഡൽസുകളുണ്ട്. ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ റേഞ്ചിൽ ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 1,00,000 രൂപയുടെ റേഞ്ചിലൊക്കെ നിങ്ങൾ ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നല്ല സാധനം നോക്കി വാങ്ങിക്കാം. അതുപോലെ തന്നെ പഴയ മോഡൽസ് വാങ്ങിക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ പാർട്സ് കിട്ടില്ല, വാറണ്ടി ഇടുന്നവർ പറഞ്ഞിട്ട് കാര്യമില്ല, പാർട്സ് കിട്ടില്ല. അങ്ങനെ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ 2025 മിനിമം 2025 തൊട്ടുള്ള മോഡൽ മാത്രം വാങ്ങിച്ചാൽ മതി. പാർട്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പണി കിട്ടിയതാണ്. അണ്ടർ വാറണ്ടിയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പാർട്സ് ഇല്ല ഇന്ത്യയിൽ. ഇത് അവിടെ നിന്ന് വരണ്ടേ.
അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു സ്പെക്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് AMD Ryzen 7 7735HS പ്രൊസസ്സറാണ്. Ryzen 7 അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊസസ്സറാണ്. അത് ലേറ്റസ്റ്റ് പ്രൊസസ്സർ അല്ലെങ്കിലും പക്ഷേ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന പ്രൊസസ്സർ തന്നെയാണ് ഉണ്ടാകുന്നത്. ഭയങ്കര ലോ ഒന്നുമല്ല. അതെന്ത് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ റാമും SSDയും അപ്ഗ്രേഡബിളാണ്. ഈ റേഞ്ചിൽ വരുന്ന വേറെ ലാപ്ടോപ്പുകൾ അങ്ങനെ പ്രശ്നമുണ്ട്. ഇതിൽ നമുക്ക് ഓൺ ബോർഡ് വരുന്നത് 16GB DDR5 ആണ് റാം വരുന്നത്. നമുക്ക് 24GB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ Windows 11 നമുക്ക് ഓൺ ദ ബോർഡ് വരുന്നുണ്ട്. പിന്നെ ഹാർഡ് ഡ്രൈവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 512GB SSD വരുന്നുണ്ട്. നമുക്ക് 1TB കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. വൈഫൈ വരുന്നത് 6 ആണ്. ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. ടൈപ്പ് സി പോർട്ട് പറഞ്ഞല്ലോ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് മോഡലിൽ അവൈലബിൾ ആണ്. ടൈപ്പ് സി പോർട്ട് അല്ല ചാർജിങ് നമുക്ക് ടൈപ്പ് സി പോർട്ട് കൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ ബോക്സിൽ വരുന്നത് നമുക്ക് നോർമൽ പിന്നാണ്, ഇതുപോലത്തെ പിന്നാണ്. പക്ഷേ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് റാപ്പിഡ് ചാർജിങ് ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് 15 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50 മിനിറ്റും 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ചാർജർ. പിന്നെ നോർമൽ പിന്നാന്ന് മാത്രം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ടൈപ്പ് സി പോർട്ട് ഉണ്ടെങ്കിൽ, ടൈപ്പ് സിയുടെ ഒരു 65 വാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഈ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ അതൊരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്, പക്ഷേ ഒരെണ്ണുള്ളൂ. അത് പക്ഷേ USB 3.2 തന്നെയാണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ പറ്റും. HDMI പോർട്ട് ഉണ്ട്, ഞാൻ വഴിയെ പറയാം. പിന്നെ വരുന്നത് 2 USB A പോർട്ട് ഉണ്ട്. 3.2 Gen 1 തന്നെയാണ് വരുന്നത്. SD കാർഡ് ഉണ്ട്, ഫുൾ വലിയ SD കാർഡ് റീഡർ വരുന്നുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഞാൻ അത് നമ്മുടെ ഈ ടോപ്പ് വ്യൂ നിങ്ങൾ എന്തായാലും കണ്ടിട്ടോ. ഞാൻ എന്താ പറയുക ഡയറക്റ്റ്ലി കാണിച്ചു ഇങ്ങനെ പറയാനായിട്ട് നല്ലത് നമുക്ക് കാണിച്ചു തന്നിട്ട് പറയേണ്ടതാണല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നത് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു തോന്നുന്നില്ല. എന്തായാലും ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വിളിക്കുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ഇതിൻ്റെ ജസ്റ്റ് ഒന്നൊരു ഓവർവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടോപ്പ് വരുന്നത് മെറ്റൽ ബിൽഡാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 1.5 കിലോഗ്രാമാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് 15.3 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD പാനലാണ് വരുന്നത്. LCD ആണ് കേട്ടോ, അല്ലാണ്ട് AMOLED അല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ നമുക്കിത് ഒറ്റ കൈ കൊണ്ട് തുറക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. ഉണ്ട് പൊന്തി വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ടോപ്പും താഴെയും സെയിം അല്ലല്ലോ. ഇതാണ് ഇനീഷ്യലി നമുക്കുണ്ട് ഭയങ്കര ബൂട്ടിങ് ടൈമും സംഭവമൊന്നുമില്ല. ഇനീഷ്യലി തുറന്നപ്പോൾ തന്നെ സ്ക്രീൻ ഓൺ ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ പോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ബാക്ക് ലിറ്റ് അവൈലബിൾ ആണ്. AMD Ryzen 7 ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ, AMD പ്രൊസസ്സർ. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. IdeaPad Slim 3 16:10 ഡിസ്പ്ലേ ആണ് വരുന്നത്. റാപ്പിഡ് ചാർജിങ് പറഞ്ഞില്ലേ, നമുക്കൊരു 15 മിനിറ്റ് ചാർജ് ചെയ്ത് തന്നെ കുറേ നേരം ഉപയോഗിക്കാൻ പറ്റും. ക്യാമറ ഷട്ടർ വിത്ത് IR ബ്ലാസ്റ്ററൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് വിൻഡോസ് ഹലോ ഫീച്ചർ ഉണ്ട്. ഫിംഗർ പ്രിൻ്റ് ഇല്ല, വിൻഡോസ് ഹലോ ഫീച്ചർ ഉപയോഗിക്കാം. IR ക്യാമറ വരുന്നുണ്ട്. 1080p ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ വിത്ത് പ്രൈവസി ഷട്ടർ അടച്ചു വയ്ക്കാൻ പറ്റുന്ന മോഡലാണ്. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ടൈപ്പ് സി അല്ല, പക്ഷേ നമുക്ക് ഇവിടെ ടൈപ്പ് സി ഉണ്ട്. ടൈപ്പ് സി പോർട്ടിൽ കൂടെ 3.2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജും ചെയ്യാം, വേണമെങ്കിൽ ഡിസ്പ്ലേ പോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു HDMI പോർട്ട് ഉണ്ട്. ഇത് നമ്മുടെ നോർമൽ ടൈപ്പ് എ പോർട്ടാണ്. ഇതെല്ലാം 3.2 Gen 1 ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് ഒരു എന്താ പറയുക നമ്മുടെ ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ ബട്ടൺ. ഈ പവർ ബട്ടൺ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ മോട്ടോ ബുക്കിൽ ഇതുപോലെയാണ്. ഞാൻ പറഞ്ഞില്ല, ലിനോവയുടെ ഒക്കെ കുറേ ഓൾമോസ്റ്റ് സിമിലറാണ്. ഇവരുടെ കുറേ ഈ ചെറിയ ലാപ്ടോപ്പുകൾ നമ്മുടെ മോട്ടോ ബുക്കിൻ്റെ സെയിം ഡിസ്പ്ലേ സെയിം ലുക്കായിട്ട് വരുന്ന വേറെ മോഡലുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫുൾ നമ്മുടെ മൈക്രോ അല്ല SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ അഗെയിൻ ഒരു 3.2 Gen 1 വരുന്ന ഒരു ടൈപ്പ് എ പോർട്ടും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഹിഞ്ചൊക്കെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഇത് ഫുള്ളി മെറ്റൽ ബിൽഡ് അല്ലാത്തതുകൊണ്ടാണ് ഈ നമുക്ക് ഈ ഒറ്റ കൈ ഹാൻഡ് കൊണ്ട് ഡിസ്പ്ലേ തുറക്കാൻ പറ്റാത്തത്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ചാണ്. നമുക്ക് ഫ്ലെക്സോ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രീനായാലും നല്ല വോബിൾ അങ്ങനെ ഭയങ്കര കുറവാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. സ്ക്രീൻ നമുക്കിത് ഇതിൻ്റെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഫംഗ്ഷൻ കീ പ്ലസ് സാധനം ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. 2 സാധനം വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക AMDയുടെ ഇതിന് ഡ്രൈവറൊക്കെ നമുക്ക് വിൻഡോസ് കൂടെ തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ AMD സോഫ്റ്റ്വെയർ ഒന്നുകൂടിയും ഒരു അഡ്രിനാലിൻ സോഫ്റ്റ്വെയർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടും, ഓരോ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഇത് ഇൻസ്റ്റാൾ ചെയ്യായിരുന്നു. പിന്നെ ഒരു ലേറ്റസ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാൾ അപ്ഡേറ്റ് ആവുന്നുണ്ടായിരുന്നു. ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ലാത്ത 50 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂർ സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ലേറ്റസ്റ്റ് പുതിയ സാധനം ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. പിന്നെ അത്യാവശ്യം വലിയ സ്ക്രീനാണല്ലോ. ഇതൊക്കെ നമ്മുടെ 14 ഇഞ്ചിൻ്റെ സ്ക്രീൻ. അത് 15.3 വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണം എന്ന് വെച്ചാൽ നമ്മളിതുപോലെ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് സെൽ ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അത് അറിയണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് മെയിൻലി ഞാൻ ഇതുപോലെ സെല്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ, അല്ലാണ്ട് നമ്മൾ ആക്റ്റീവ് ഒന്നുമല്ല അങ്ങനെ. പക്ഷേ ഇതുപോലെ പ്രൊഡക്ട്സ് സ്മാർട്ട് ഫോൺസും ലാപ്ടോപ്പും വാച്ചുകളൊക്കെ സെല് ചെയ്യുമ്പോൾ അതിൽ കൂടെയാണ് മെയിൻലി ഇടുക. ഫസ്റ്റ് യൂട്യൂബിലിടും ഷോർട്സ് ആയിട്ട്, പക്ഷേ അറിയാലോ. അപ്പോൾ പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. പെർഫോമൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഗീക്ക് ബെഞ്ച് സ്കോറും ഗീക്ക് ബെഞ്ച് അല്ല, നമ്മുടെ ബെഞ്ച് മാർക്ക് സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, അത് തനി വേസ്റ്റാണ്. നമ്മളൊരു ഓവറോൾ പ്രാക്ടിക്കൽ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ക്യുക്കാണ്. റൈസൻ്റെ പ്രൊസറിൻ്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. നമുക്ക് ഇപ്പോൾ സ്പീഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ എൻ്റെ 60 ഉണ്ട് BSNL ഇവിടെ ഇപ്പോൾ തൃശ്ശൂരത്തെ വീട്ടിൽ. ഞാൻ എറണാകുളത്ത് എടുത്തേക്കുന്നത് ഏഷ്യനെറ്റ് അല്ല, അവിടെ എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നു, 100 MBPS ആയിരുന്നു. ഇവിടെ എന്തായാലും നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ, 60 തന്നെയാണ്. അപ്പോൾ 60 തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്, 56 57. അപ്പോൾ അത് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. റാം യൂസേജ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. റാമും SSD നമുക്ക് അപ്ഗ്രേഡബിൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബഡ്ജറ്റ് കാറ്റഗറി, അതായത് 1 ലക്ഷത്തിൻ്റെ താഴെ 1 ലക്ഷത്തിൻ്റെ ജസ്റ്റ് മുകളിലൊക്കെ നോക്കുമ്പോൾ മിനിമം എല്ലാ സാധനവും സോൾഡേഡ് ആയിരിക്കും. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 16 GB എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി യൂസേജിന് പറ്റില്ല. നോർമൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, വിൻഡോസൊക്കെ ഭയങ്കര ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും CPU. ഇപ്പോൾ ഞാൻ ഡൗൺലോഡിങ് ആൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് CPU 25%, 4% വരുന്നുണ്ട്, GPU 1%, റാം 46% എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റാം 24 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ 4800 MHz റാമാണ് അതിൽ വരുന്നത്. നോർമൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ റാമിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾ നോക്കണ്ട. SSD അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, 1 TB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 512 ഓൾറെഡി ഉണ്ട്. പ്രാക്ടിക്കൽ യൂസിന് അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ് തന്നെ പറയാം. ഇൻബിൽഡായിട്ട് 470 MB ഉണ്ട്, അത് നമുക്ക് ഫ്രീ. അതിൽ നമ്മളിപ്പോൾ കുറേ സോഫ്റ്റ്വെയറും സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഉണ്ട് ഇപ്പോൾ അവരുടെ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിത് ആക്ച്വലി ക്രോമ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്, നമ്മുടെ ക്രോമ തൃശ്ശൂർ. ഓൺലൈനല്ല വാങ്ങിച്ചത്. ഇത് ഈ മോഡൽ സെയിം മോഡൽ ഓൺലൈനിൽ അവൈലബിൾ അല്ല കേട്ടോ. ഇപ്പോൾ ലിനോവയുടെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വാറണ്ടി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഇവരെ ഒരു ആപ്പ് ഉണ്ട്, ലിനോവ വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതും കാണിച്ചു തരാം. ഇത് ഐഡിയ പാഡ് സ്ലിം 3 കാണിക്കുന്നുണ്ട്. വാറണ്ടി ഇപ്പോൾ 12 മാസം കറക്റ്റ് ഉണ്ട്. ബാറ്ററി പെർഫോമൻസും എത്ര നിൽക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ലിനോവയുടെ സ്മാർട്ട് പെർഫോമൻസ് സ്കാൻ ചെയ്യാനൊക്കെ ഒരു സംഭവം. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്ജറ്റ്സ്, പവർ വിഡ്ജറ്റ്സ്, ഓട്ടോ അഡാപ്റ്റീവ് മോഡ് ഉണ്ട്. പിന്നെ എത്ര ടെമ്പറേച്ചർ ആവുന്നുണ്ട്, കറണ്ട്, ബാറ്ററിയുടെ ആ ഡിസ്പ്ലേ സാധനം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കട്ടെ. അതാണ് ബ്ലിങ്ക് ആവണേ, വേറൊന്നുമല്ല. AMDയുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് തെറ്റിയിരിക്കേണ്ട. പിന്നെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനും സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 1 month ഉണ്ട്, നമുക്ക് 3 കൊല്ലം വരെയൊക്കെ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിപ്പോൾ മോട്ടോറോളയിലുണ്ട്. മോട്ടോറോള നിങ്ങൾക്കറിയില്ല, ഇവരുടെ തന്നെയാണ് സംഭവം. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 100% ആണ്, പുതിയ സാധനം തന്നെയാണ്. കറണ്ട് ഡിസ്ചാർജിങ് ആയിക്കൊണ്ടിരിക്കുക, അപ്പോൾ ലോ ആയിട്ടുണ്ട്, 1 മണിക്കൂർ കൊണ്ട് നിൽക്കുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. ലിത്തിയം ചാർജിങ് ആണ്. പവർ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാം ഓട്ടോ എന്ന് വെച്ചേക്കുന്നത്. പിന്നെ റാപ്പിഡ് ചാർജിങ് കൊണ്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കൺവേഴ്സ് ചെയ്യാം. അപ്പോൾ കൺവേർഷൻ മോഡ് ഇട്ടേക്കുക, അപ്പോൾ സ്ലോ ചാർജിങ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓവർനൈറ്റ് ചാർജിങ് ഫീച്ചർ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്ലിപ്പ് ടു, അതായത് നിങ്ങൾ പവർ ഓൺ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് സാധനം തുറന്നു കഴിഞ്ഞാൽ സാധനം ലാപ്ടോപ്പ് ഓൺ ആക്കും. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ മാക് ബുക്കൊക്കെ ഉള്ള പോലെ. ഇതിലെല്ലാത്തിനും ഉണ്ട്, ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. മിക്കവാറും നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ഇത് ഉണ്ടാവില്ല, ബാക്കി എല്ലാത്തിലും ഇപ്പോൾ ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുണ്ട്. പിന്നെ പവർ ബട്ടൺ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് സൈഡിലാണ്. മോട്ടോ ബുക്ക് പോലെ തന്നെയാണ്. സൗണ്ട് ആയാലും വലിയ കുഴപ്പമില്ലാത്ത സൗണ്ട്. ഡിസ്പ്ലേ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ക്വാളിറ്റി ഉണ്ടെന്ന്. സൗണ്ട് ഒരു ആവറേജ് എന്നാൽ പറയാനുള്ളൂ. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമുക്കിതിൽ മ്യൂസിക്കോ സംഭവമൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. പ്ലേ ചെയ്തപ്പോൾ എന്താ പറയുക, യൂട്യൂബ് പണി തരും. നമ്മളിതുപോലെ സെബ്രോണിക്സിൻ്റെ സൗണ്ട് ബാർ ഇട്ടിട്ട് അതിൽ പ്ലേ ചെയ്തപ്പോൾ മ്യൂട്ട് ചെയ്തത്. യൂട്യൂബിൽ കയറിയിട്ട് ഞാൻ നമ്മുടെ വീഡിയോ തന്നെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ എല്ലാം എന്താ പ്രൈസൊക്കെ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലാപ്ടോപ്പോ ടാബ്ലറ്റോ ഇതുപോലെ SSDയും റാമും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ച് വയ്ക്കാൻ നല്ല കേട്ടോ. യൂസ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല, സെയിൽസിൽ പ്രൈസ് കൂടിയിട്ട് കുറഞ്ഞാൽ തന്നെ ഇത്രയും പ്രൈസിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അത് നോക്കി വയ്ക്കാൻ മറക്കണം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി നത്തിങ് ഫോണിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഫുൾ വോളിയാണ്. അപ്പോൾ ഒരു ആവറേജ് സൗണ്ട് എന്ന് പറയാമല്ലോ. നമ്മളിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ Find X9. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. കുഴപ്പമില്ലാത്തൊരു സൗണ്ട് എന്ന് പറയാനുള്ളൂ. ഭയങ്കര ഹെവി, ഭയങ്കര ലൗഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ല ക്വാളിറ്റി സൗണ്ട് തന്നെയാണ്. ഭയങ്കര എന്താ പറയുക, ക്ലിയറാണ്. അല്ലാണ്ട് ക്ലിയർനെസ് ഒന്നും പോകുന്നില്ല ഫുൾ വോളിയം ഇടുമ്പോൾ. പിന്നെ ഇവരുടെ ഈ ആപ്പ് എനിക്ക് സംഭവം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇവരുടെ ലിനോവോ വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു ആപ്പ്. ഇതുപോലെ അസസിനും ഉണ്ട് ഇവരെ കുറേ സോഫ്റ്റ്വെയറുകൾ.
എനിക്കിത് അസസായിട്ടും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ സാധനത്തിൽ ലിനോവൻ്റെയാണ് കേട്ടോ. ഈ സെയിം ആപ്പ് പക്ഷേ മോട്ടറോളയിൽ ഇല്ല കേട്ടോ. മോട്ടറോളയിൽ ഈ പരിപാടി ഇല്ല. നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനുള്ള ചെക്ക് ബാർ അപ്ഡേറ്റും ബയോസ് അപ്ഡേറ്റൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് തന്നെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ കുറേ ഫീച്ചേഴ്സ് ഇതുപോലെ ഉണ്ട് കേട്ടോ. എനിക്കിത് കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിത് അഡ്രിനാലിൻ ഇൻസ്റ്റാൾ ആയെന്ന് പറഞ്ഞിട്ട് ഇത് വന്നു. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. പിന്നെ ബിൽഡ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ടോപ്പ് നമ്മുടെ ഫ്രണ്ട്, അതായത് പുറത്തത്തെ ഔട്ട്ഡോർ ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ്. ഇൻറ്റീരിയർ ബിൽഡ് ക്വാളിറ്റി വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ കീബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും മോശമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാം. ഭയങ്കര ടോപ്പ് നോച്ച് ബിൽഡ് ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. ട്രാക്ക് പാഡ് ആയിക്കോട്ടെ, വലിയ ട്രാക്ക് പാഡാണ്, വലിയ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓവറോൾ ഒരു നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് കാറ്റഗറി നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സെൽ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതിയിട്ടാണ്. വാട്സപ്പിലേക്ക് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, വാട്സപ്പ് നിങ്ങൾക്ക് അറിയണമായിരിക്കും, നമ്മൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും കിട്ടും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പുതിയ സാധനമാണ്, ഇന്നലെ ചെയ്തിട്ടുള്ള ഇന്നലെ ആക്ടിവേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. 1 year വാറണ്ടി, ഫുൾ ബോക്സ് ഫുൾ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കുറേ പേരെ ചോദിക്കുന്നു ഇതുപോലെ ഒരു കാറ്റഗറിയിൽ ഒരു 70 to 1 ലക്ഷം രൂപ എൻ്റെ റൈഡിൽ ഒരു നല്ലൊരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് നമ്മൾ, നിങ്ങളറിയാമെന്നല്ലോ, നമ്മൾ ഫോണും എല്ലാം അതുപോലെ പ്രൊഡക്റ്റ് കയ്യിൽ നിന്ന് കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് ഇടുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് സെൽ ഔട്ട് ചെയ്യും, അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയണമായിരിക്കും. ഇപ്പോൾ അടുത്ത് കുറേ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിൻഡോസിൻ്റെ തന്നെ. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ, കൊള്ളാം. എനിക്ക് ഓവറോൾ സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രൊസസ്സറിൻ്റെയും ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ കുറേ ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസും അതൊക്കെ ഇതിൽ ഇൻബിൽഡ് വരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ലൈസൻസൊക്കെ വരുന്നുണ്ട്, വിൻഡോസിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതാണ് ഇത് ഫുൾ ബ്രൈറ്റ്നസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാണ് ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നത്. ഫുൾ ബ്രൈറ്റ്നസ് തന്നെയാണ്. ഓവറോൾ ഒരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിക്ക് നിങ്ങൾക്ക് 50,000 രൂപ കൊടുത്താലും നല്ലൊരു സാധനം കിട്ടില്ല. 50,000 രൂപയ്ക്ക് ബേസിക് സാധനം കിട്ടുക, അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മിനിമം 70,000 to 1,00,000 രൂപയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക യൂസിന് സംഭവങ്ങൾ കിട്ടുള്ള ഒരു ലാപ്ടോപ്പ് സ്പെസിഫിക്കേഷൻ ലാപ്ടോപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ റാമും സംഭവം ഷൂട്ടപ്പ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ജസ്റ്റ് ചുമ്മാ പറഞ്ഞു മാത്രം, റിവ്യൂ നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് ഒരു അൺബോക്സിങ് ഓവർ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ സെൽ ഔട്ട് ചെയ്യുന്നുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും. നമ്മൾ ഇതിൻ്റെ വെബ് ക്യാമിൻ്റെ സാധനം ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്തോട്ടത്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഞാൻ ജസ്റ്റ് ഗെയിമിങ് പറ്റുകയൊക്കെ ചെയ്യും AMD Ryzen വെച്ചിട്ട്. പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ഒരു കാറ്റഗറി ലാപ്ടോപ്പ് തിന്നാൻ ലാപ്ടോപ്പ് ഗെയിമിങ്ങിനെ പറ്റിയ സാധനമല്ല. ഇപ്പോൾ ഗെയിമിങ്ങിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗെയിമിങ് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡൻസ്, പ്രൊഫഷണൽ, കോഡിങ്, അങ്ങനത്തെ ചെറിയ ഗ്രാഫിക്കലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ചെയ്യാൻ പറ്റും. ഹെവി ഒന്നും പറ്റില്ലെന്ന് മാത്രം, അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങനത്തെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഹൈപ്പ് അടിക്കാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാനും മറക്കണ്ട. ബൈ.